കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ജലനിരപ്പ് ഉയർന്ന് റെഡ് അലർട്ടിലെത്തിയ പൊന്മുടി അണക്കെട്ടിന്റെ രണ്ടാമത്തെ ഷട്ടർ തുറന്നു. രണ്ടാമത്തെ ഷട്ടർ 20 സെന്റിമീറ്റർ ഉയർത്തിയത്. ഒരു സെക്കൻഡിൽ 15,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇതോടെ ജില്ലയിൽ 4 അണക്കെട്ടുകളാണ് തുറന്നിരിക്കുന്നത്. അതിശക്തമായ മഴയെ തുടർന്ന് പന്നിയാർപ്പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിൽ എത്തുകയും മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പൊന്മുടി അണക്കെട്ടിന്റെ രണ്ടാമത്തെ ഷട്ടറാണ് 20 സെന്റിമീറ്റർ ഉയർത്തിയത്. ഒരു സെക്കൻഡിൽ 15,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. നിലവിൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിട്ടുണ്ട്. ദിവസമായിട്ട് മഴ ശക്തമായിട്ട് തുടരുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊന്മുടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പൊന്മുടി നമ്മുടെ ഡാം സേഫ്റ്റി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഗൈഡ് ലൈനായിട്ടുള്ള ഓറഞ്ച് ബുക്ക് അനുസരിച്ചിട്ട് വൈകിട്ട് 6 മണി തൊട്ട് രാവിലെ 6 മണി വരെ തുറക്കാൻ നമുക്ക് അധികാരമില്ല. അപ്പോൾ പകൽ സമയത്ത് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പൊന്മുടിയുടെ വാട്ടർ ലെവൽ ഏകദേശം റെഡ് അലേർട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇത് റെഡ് അലേർട്ട് കഴിയുമെന്നാണ് ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഷട്ടർ മാത്രം വളരെ നിയന്ത്രിതമായ രീതിയിൽ 20 സെന്റിമീറ്റർ മാത്രം ഉയർത്തി 15.2 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് എന്നൊരളവിൽ വെള്ളം നമ്മൾ തുറന്നുവിട്ടിരിക്കുന്നു. പന്നിയാർ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ 707.75 അടിയാണ് പരമാവധി സംഭരണശേഷി. ഇപ്പോൾ 706.2 അടി വെള്ളമാണ് അണക്കെട്ടിലുള്ളത്. മെയ് 29-ന് ശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടിന്റെ 3 ഷട്ടറുകളും ഉയർത്തിയിരുന്നു. പാംബ്ള, കല്ലാർകുട്ടി, മലങ്കര അണക്കെട്ടുകളാണ് പൊന്മുടിയെ കൂടാതെ തുറന്നിരിക്കുന്ന മറ്റ് അണക്കെട്ടുകൾ. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.